ഇനി അരി കഴുകിയ വെള്ളം കളയരുത് കേട്ടോ. നമുക്ക് സൂപ്പർ ടേസ്റ്റിൽ ഒരു കറി ഉണ്ടാക്കാം. പച്ചമുളകും മണ്ടി. ഇതിന് വളരെ കുറച്ച് സാധനങ്ങൾ മതി. എന്നാലും എൻ്റെ അമ്മ എന്തൊരു ടേസ്റ്റി കറിയാണെന്നറിയോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ. സിമ്പിളാണ്, ടേസ്റ്റിയാണ്. വെറും 5-10 മിനിറ്റിൽ നമുക്ക് ഈ കറി റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കാമെന്ന്. അതിനുവേണ്ടി ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി ഞാനിതാ ഇതുപോലെ വെള്ളത്തിൽ ഒഴിച്ച് കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് അരിയാണ്. ഏത് അരി ആയാലും വിരോധമില്ല. അപ്പോൾ നന്നായിട്ടത് ഇവിടെ എനിക്ക് നല്ല അരി കിട്ടും കേട്ടോ. ഇവിടെ ഒരുപാട് ആൾക്ക് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ബോറിക് ആസിഡൊന്നും ഇടാതെ നല്ല അരി നമുക്ക് കിട്ടാനൊരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങൾ ഇനിയിപ്പോൾ കടയിൽ നിന്ന് വാങ്ങുന്ന അരിയാണെങ്കിൽ അത് നന്നായിട്ട് 1-2 പ്രാവശ്യം കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചൊരു 10 മിനിറ്റ് വെച്ചോളൂ കേട്ടോ. ഈ അരി കഴുകിയ വെള്ളമാണ് നമുക്ക് ആവശ്യം. അതല്ലെങ്കിൽ ഇഡ്ഡലിക്ക് നമ്മൾ അരി കഴുകിയിട്ട് കുതിരാൻ വെക്കില്ലേ വെള്ളം, ആ വെള്ളം എടുത്താലും മതി കേട്ടോ. അതിൻ്റെ തെളിവെള്ളം എടുത്താലും മതി. ഈ കറിക്ക് ഇത് എന്തായാലും വേണം. അരി കഴുകിയ വെള്ളം വേണം, കഞ്ഞി വെള്ളം അല്ല കേട്ടോ. നമ്മളുടെ മലബാർ സൈഡിലൊക്കെ മുരിങ്ങയിലൊക്കെ ഇട്ട് താളിക്കില്ലേ, കഞ്ഞിവെള്ളം ഒഴിച്ചൊരു താളിപ്പ് കറി, അങ്ങനെ കേട്ടിട്ടില്ലേ? അതുപോലെയല്ല കേട്ടോ ഇത്. അത് എനിക്കറിയില്ല എത്ര ദിവസം വെക്കാൻ പറ്റുമെന്നൊക്കെ. പക്ഷേ ഈ കറി നമുക്ക് ഒരു 3-4 ദിവസം സുഖമായിട്ട് വയ്ക്കാം, കേടാവില്ല. മാത്രമല്ല ഇത് ഇന്നത്തെക്കാളും ടേസ്റ്റ് നാളെ കഴിക്കുമ്പോഴാണ്. അപ്പോൾ ഈ അരി കഴുകിയ വെള്ളം നമുക്കിത് അതുപോലൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. ഇതൊരു ഏകദേശം വലിയൊരു കപ്പുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് മുളക്. നമ്മുടെ പുളി ആദ്യമേ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടല്ലോ, ആ പുളി ഞാൻ പിഴിഞ്ഞ് വെച്ചു കേട്ടോ. ഇനി നമുക്ക് കുറച്ച് പച്ചമുളക് വേണം. പച്ചമുളക് മണ്ടിയാണ്. അപ്പോൾ ഇതിൽ പച്ചമുളക് മെയിൻ തന്നെയാണ് കേട്ടോ. അരി കഴുകിയ വെള്ളം പോലെ തന്നെ മെയിനാണ് പച്ചമുളകും. അപ്പോൾ ഇതിലേക്ക് നോക്കൂ, ഈ പച്ചമുളകിനെല്ലാം ഇതുപോലെ ഒരു ഫോർക്ക് എടുത്തിട്ടോ കത്തി എടുത്തിട്ടോ നല്ലോണം കുത്തി ഓട്ടയാക്കണം. അപ്പോൾ ഈ പച്ചമുളകെല്ലാം ഞാൻ അതുപോലെ കുത്തി ഓട്ടയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 5-10 ചെറിയ ഉള്ളിയും ഒരു 5-10 വെളുത്തുള്ളി കുറച്ച് കൂടുതൽ ഇട്ടോളൂ കേട്ടോ. ഇത് ഞാൻ ഇപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കുന്നത്. ഇതൊരു ഒഴിച്ചുകറി പോലെയും കുറച്ച് വെള്ളമായിട്ട് എടുത്താൽ കുറച്ച് ഒഴിച്ചുകറിയായിട്ടും നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ കുറച്ച് തിക്കായിട്ടാണ് ഉണ്ടാക്കുന്നത്, എനിക്കതാണ് ഇഷ്ടം, അതുകൊണ്ട്. പക്ഷേ ഇതൊരു ഒഴിച്ചുകറിയാണ് ശരിക്കും. കുറച്ച് ലൂസാക്കി എടുത്താലും അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ക്വാണ്ടിറ്റിയിലുള്ള സാധനങ്ങൾ എടുത്തോളൂ കേട്ടോ, നിങ്ങളുടെ അളവിന്. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ തന്നെ എടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണയിലേക്ക് കടുകും ഉലുവയും അത് രണ്ടും പൊട്ടിച്ചിട്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതൊക്കെ നിങ്ങളുടെ അളവിനനുസരിച്ച് ഇട്ടോളൂ, നിങ്ങൾ ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച്. ഇനി ഇതൊന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന വെളുത്തുള്ളി കൂടി ഇതിലേക്ക് ചേർത്തി കൊടുക്കാം. വെളുത്തുള്ളി 1 മിനിറ്റ് ഒന്ന് ആ വെളുത്തുള്ളി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ചെറിയ ഉള്ളിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഒന്ന് വെളുത്തുള്ളി 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മുടെ ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് വഴറ്റണം. സാധാരണ പച്ചമുളക് കീറിയതും ഇതിനകത്തേക്ക് ഇട്ടിട്ട് വേണമെങ്കിൽ വഴറ്റാം, ഒന്ന് ഫ്രൈ ആക്കാം, അങ്ങനെ ഉണ്ടാക്കാം. പക്ഷെ ഞാൻ അതിലിടാറില്ല. എനിക്ക് പച്ചമുളക് കുറച്ച് സോഫ്റ്റായിട്ടിരിക്കുന്നതാണ് കറിയിൽ ഇഷ്ടം. അത് കാരണം ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടില്ല കേട്ടോ. വേണമെങ്കിൽ ഇതിലിട്ട് വഴറ്റാം. ഞാൻ ലാസ്റ്റ് ഞാൻ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 1/2 സ്പൂൺ കായപ്പൊടി ചേർത്തിയിട്ടുണ്ട്. പിന്നെ ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ചേർത്തി കൊടുക്കണം. ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മുടെ മെയിൻ ഹീറോ, നമ്മുടെ അരി കഴുകിയ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഈ അരി കഴുകിയ വെള്ളവും പുളിയുടെ വെള്ളവും നമ്മൾ എത്ര കൂടുതൽ ചേർക്കണോ അത്ര ക്വാണ്ടിറ്റിയിൽ ഈ കറി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാൻ കുറച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ അരി കഴുകിയ വെള്ളം ഒഴിച്ചു കൊടുത്തു, പുളി വെള്ളവും അതിലേക്ക് ഒഴിച്ചു കേട്ടോ. ഇനി വേണ്ടത് ഒരു 1/2 സ്പൂൺ ശർക്കര എന്തായാലും ചേർത്തോളൂ, പുളി ബാലൻസ് ആവും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ കേട്ടോ. തിളയ്ക്കുമ്പോൾ നമ്മുടെ ഈ പച്ചമുളകും കൂടി ഇതിലേക്ക് ചേർത്തി കൊടുക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഞാനിത് വഴറ്റിയില്ല. എനിക്ക് ആ പച്ചമുളകിൻ്റെ ആ നല്ല മണം കിട്ടാൻ വേണ്ടിയിട്ടാണ്, പിന്നെ നന്നായി വെന്ത് സോഫ്റ്റ് ആവാനും വേണ്ടിയിട്ട് ഞാനിത് പച്ചയിലെ തന്നെയാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉള്ളിയുടെ കൂടെ വഴറ്റാം, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഈ ഉള്ളിയും മുളകൊക്കെ ഒന്ന് സോഫ്റ്റ് ആവണം. പിന്നെ നന്നായിട്ട് ഇത് വെള്ളമൊന്ന് ആവശ്യത്തിനൊന്ന് കുറഞ്ഞ് കുറുകി വരണം കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ കേട്ടോ. നല്ല മണമാണ് കേട്ടോ ഈ കറി. നിങ്ങൾ ഈ കറി ഉണ്ടാക്കിയിട്ടുണ്ടോ ഇതിന് മുൻപ്? കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങളെങ്ങനെയാണ് ഉണ്ടാക്കാറ്? പച്ചമുളക് വഴറ്റിയിട്ടാണോ അതങ്ങനെ പച്ചക്കിട്ടിട്ടാണോ ഉണ്ടാക്കുക? അതൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഈ അരി കഴുകി വെള്ളം ഉപയോഗിച്ചിട്ട് പച്ചക്കറി ഈ കറി നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണേ. നിങ്ങൾക്ക് ഇഷ്ടമാണോ ഈ കറി എന്നും പറയണം കേട്ടോ. ഈ പച്ചമുളക് മണ്ടി നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അത് നല്ലൊരു ടേസ്റ്റാണ്. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം മതിയല്ലോ, എന്നാലോ ഒരു ഭയങ്കര ടേസ്റ്റുള്ളൊരു സാധനമാണ്. നിങ്ങളപ്പോൾ എന്തായാലും ഇതുവരെ ട്രൈ ചെയ്യാത്തവർ എന്തായാലും ഇത് ട്രൈ ചെയ്തോളൂ. ഇന്ന് തന്നെ ചെയ്തോളൂ. ഇല്ലെങ്കിൽ ഇന്നിപ്പോൾ ഇത് ഉച്ചയ്ക്കാണ് ഞാൻ അപ്ലോഡ് ചെയ്യുക, അല്ലെങ്കിൽ നാളെ ചെയ്തു നോക്കിയോളൂ കേട്ടോ. ഉച്ചയ്ക്ക് തോണിനെ സൂപ്പർ സാധനമാണ്, ഇഷ്ടപ്പെടും നിങ്ങൾക്ക്, ഉറപ്പാണ്. ഇത് കുറച്ച് വെള്ളത്തോടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചോറിന് കറി പോലെ ഒഴിച്ച് കഴിക്കാം. ഞാൻ കുറച്ച് തിക്കായിട്ട് ഗ്രേവി ആയിട്ടല്ലേ എടുത്തത്, അപ്പോൾ നമുക്ക് സൈഡ് ഡിഷായിട്ട് എടുത്ത് കഴിക്കാം. നല്ല ടേസ്റ്റിയാണ്. എരിവൊന്നും ഇല്ല, നമുക്ക് തോന്നും പച്ചമുളക് എരിവൊന്നുമില്ല കേട്ടോ. നല്ല സുഖമാണ് ഇത് കഴിക്കാൻ.
അപ്പോൾ ഇതെൻ്റെ വീട്ടിലെല്ലാവർക്കും നല്ല ഇഷ്ടമാണ് ഈ കറി ഉണ്ടാക്കിയാൽ. അപ്പോൾ നിങ്ങളിത് വീട്ടിലുണ്ടാക്കി കൊടുത്തു നോക്കൂ കേട്ടോ. എന്നിട്ട് എല്ലാവർക്കും ഇഷ്ടമായി എന്നൊക്കെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ലല്ലോ. ഇതുപോലെ നല്ല നാടൻ വിഭവങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ, മറക്കില്ലല്ലോ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.